6-ാം ദിവസമായ ഇന്ന് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ശങ്കരാടി ചേട്ടൻ്റെ അനുസ്മരിക്കുന്ന പരിപാടിയാണ് എന്നിവിടെ നമ്മൾ നടത്തുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് വളരെ നന്നായി തന്നെ പറയുവാൻ കഴിയുന്ന പ്രതിഭാധനരായ നല്ല സംവിധായകരാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തവരും കണ്ടുപരിചയമുള്ളവരും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശങ്കരാടി ചേട്ടനെ സിനിമയിൽ കാണുന്ന ഒരു അഭിനേതാവ് എന്നതിനപ്പുറം അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുവാനായിട്ട് ഇവർക്ക് സാധിക്കും. പറവൂർ മേമന കണക്ക് ചെമ്പകരാമൻ പരമേശ്വരൻ ചന്ദ്രശേഖരമേനോൻ എന്ന ശങ്കരാടി 1924 ജൂലൈ 14 ജനിച്ചു. 2001 ഒക്ടോബർ 8 ദിവംഗതനായി. 1980കളുടെ അവസാനത്തിൽ ശാരദയെ വിവാഹം ചെയ്തു. മലയാളത്തിലെ മുതിർന്ന ഹാസ്യനടനും ക്യാരക്ടർ നടനുമായിരുന്നു. 1960, 70, 80 കാലങ്ങളിൽ അന്നത്തെ ഹാസ്യ സമ്രാട്ടുകളായ അടൂർ ബാസിയുടെയും ബഹദൂറിന്റെയും ഒപ്പം ചേർന്നുകൊണ്ട് ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും പിന്നീട് അദ്ദേഹം സ്വഭാവ നടനായി മാറുകയും ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നടൻ മാത്രമാണ്. എന്നാൽ അതിനുമപ്പുറത്തേക്ക് അദ്ദേഹം ഒരു നാടക നടനാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു പത്രപ്രവർത്തകനാണ്. ഈ നിലകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. നാടക പ്രസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. PJ ആന്റണി, ഗോവിന്ദൻകുട്ടി എന്നിവർക്കൊപ്പം അദ്ദേഹം നാടകം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 700-ലധികം മലയാള സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 300 എണ്ണവും പ്രേമനസീറിനോടൊപ്പമാണ് എന്നുള്ളതാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 1970-ലും 71-ലും സഹനടന്, രണ്ടാമത്തെ സഹനടന് ലഭിക്കുകയുണ്ടായി. കുഞ്ചാക്കോയുടെ കടലമ്മ എന്ന അരങ്ങേറ്റ ചിത്രം മുതൽ മരണം വരെ സിനിമയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഫാസിൽ സംവിധാനം ചെയ്ത കരികുഷായിരുന്നു അവസാനത്തെ ചിത്രം. ചങ്കരാടിയും എന്ന അമ്മയുടെ വീട്ടുപേരിൽ ഈ കളഞ്ഞുകൊണ്ട് ചങ്കരാടിയും പിന്നെ ശങ്കരാടിയുമായി മാറുകയായിരുന്നു. കാബൂളിവാല, ഗോഡ്ഫാദർ, കിരീടം, ചെങ്കോൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ശോഭിക്കുന്നത് അമ്മാവൻ അല്ലെങ്കിൽ കാരണവർ കഥാപാത്രങ്ങളിലാണ്. അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അമ്മാവന്റെ ഓർമ്മയാണ്, വീട്ടുകാരനവരുടെ ഓർമ്മയാണ് നമുക്ക് വരുന്നത്. അതിന് പകരം വയ്ക്കാനായിട്ട് മറ്റാരും തന്നെ ഇല്ല. സത്യനന്ദകാടിന്റെ ചിത്രങ്ങൾക്ക് സ്ഥിരം സാന്നിധ്യമായിരുന്നു അദ്ദേഹം. സന്ദേശം എന്ന സിനിമയിലെ ആ രാഷ്ട്രീയക്കാരന്റെ റോൾ നമ്മൾ ഇന്നലെ ചിന്തയോടെയാണ് ഓർക്കുന്നത്. പകൽ സമയങ്ങളിലെ രാഷ്ട്രീയക്കാരനും വെളുപ്പാൻകാലത്ത് അമ്പലത്തിൽ പോവുകയും വിവാഹം കഴിക്കരുതെന്ന് അണികളോട് പറയുകയും എന്നാൽ വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ആ കഥാപാത്രം നമ്മെ ഒരുപാട് രസിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഏറെ പറയുവാനുള്ള നമ്മുടെ പ്രിയ സംവിധായകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ സംസാരിക്കുന്നത് കേൾക്കുവാനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. പ്രിയങ്കരനായ ശങ്കരാടി ചേട്ടന് സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി വിനയൻ സാർ. മലയാള സിനിമാ ലോകത്തെ പ്രമുഖനായ സംവിധായകനാണ് ശ്രീ വിനയൻ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അറിയാത്ത മറ്റു ചിലത് കൂടിയുണ്ട്. അദ്ദേഹം ഒരു നിർമ്മാതാവാണ്, അഭിനേതാവാണ്, കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, സംഗീത സംവിധാനം, ഇത്രയുമൊക്കെ കൂടി അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലുണ്ട്. ആലിലംഘികൾ എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് 1988 അദ്ദേഹം സിനിമാ ലോകത്തേക്ക് കടക്കുന്നത്. 1989 1000 ചിറകുള്ള മോഹം ചെയ്തുകൊണ്ട് അദ്ദേഹം സംവിധായകനായി. അദ്ദേഹത്തിന്റെ 1000 മോഹങ്ങളും ചിറക് വിടർത്തി പറന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇടനിലകൾ, മീനമാസത്തിലെ സൂര്യൻ, കല്ലുകൊണ്ടൊരു പെണ്ണ് എന്നീ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് നിരവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. ആകാശഗംഗ, ഇൻഡിപെൻഡൻസ്, വാസന്തി, ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങിയ ഒരുപാട് സിനിമകൾ ചെയ്തു. മമ്മൂക്കയെ നായകനാക്കിക്കൊണ്ട് ദാദാ സാഹിബ്, രാഷ്ട്ര രാജാവ് എന്നീ സിനിമകളും ചെയ്തു. വ്യത്യസ്തരായ ആളുകളെ വെച്ചുകൊണ്ട്, ശാരീരികമായി വ്യത്യസ്തതയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ചിത്രങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹം പ്രത്യേക ഒരു വൈഭവം പ്രകടിപ്പിച്ചു.
വസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലൂടെ വന്ന കലാഭവമണി പിന്നീട് നായക പദവിയിലേക്ക് ഉയരുകയുണ്ടായി. 300-ലധികം ഉയരം കുറഞ്ഞ കലാകാരന്മാരെ വെച്ചുകൊണ്ട് അത്ഭുത ദ്വീപ് ചെയ്ത അത്ഭുത ദ്വീപ് ഇന്നും ഒരു അത്ഭുതമായി തന്നെ നിലനിൽക്കുന്നു. ഗിന്നസ് ബുക്ക് ഇടം പിടിച്ചതും ഈ സിനിമയിൽ വന്നതുകൊണ്ടാണ്. അതുപോലെ വെള്ളിനക്ഷത്രം, ആകാശഗംഗ തുടങ്ങിയ പ്രേത സിനിമകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തന്റെ സിനിമകളിലൂടെ ഒരുപാട് പുതുമുഖങ്ങളെ അദ്ദേഹം രംഗത്തെത്തിക്കുകയും അവരെല്ലാം തന്നെ പ്രശസ്തരായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. ജയസൂര്യ, ഇന്ദ്രജിത്ത്, അനൂപേരൻ, പ്രിയാമണി എന്നീ നടികളും ഗായകരായ സിതാര, സുദീപ് എന്നീ നടന്മാരെയും അദ്ദേഹം സിനിമയിൽ കൊണ്ടുവരികയും അവരെല്ലാം പ്രശസ്തരായി തീരുകയും ചെയ്തു. അല്ലേ സാർ, വിനോദ് സാർ? അല്ലെ, പുതുമുഖങ്ങളെ ഒരുപാട് പേര് സാർ സിനിമയിൽ കൊണ്ടുവന്നിട്ടില്ലേ? ജയസൂര്യ, ഇന്ദ്രജിത്ത്, ഒരുപാട് പേര്. അപ്പൊ ഞാനിപ്പോ നഷ്ടബോധത്തോടെ ഓർക്കുകയാണ്, ഒരു 30 വർഷം മുമ്പ് സാറിന്റെ കൺവെട്ടത്തെ ഗാനം ചെന്ന് വെട്ടില്ലെങ്കിൽ ഒരു റോൾ കിട്ടുകയും പ്രശസ്തിയായി തീരുകയും ചെയ്യുമായിരുന്നു ഞാൻ ഹൃദയവ്യാപകയാണ്. വൻ വിജയമായ 19-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. അതിൽ പുതുമുഖമായ സുജു വിൽസനെ പരീക്ഷിക്കാനും അദ്ദേഹത്തിന് ധൈര്യമുണ്ടായി. തമിഴിൽ നാളെ നമ്മുടെ എന്ന ചിത്രവും ചെയ്തു. അത്ഭുത ദ്വീപ് തമിഴിൽ ഡബ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ശങ്കരാചാര്യനെ കുറിച്ച് ധാരാളം സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുമെന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ അങ്ങേയറ്റ ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തത് നമ്മുടെ കുര്യൻ വർണ്ണശാല സാറാണ്. അദ്ദേഹം നിർമ്മാതാവാണ്. അസ്തമിക്കുന്ന പകലുകൾ സംവിധാനം ചെയ്ത് അന്തിച്ചു വെക്കും, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ.വി. ശശിക്കൊപ്പം 1973 ഉത്സവം എന്ന സിനിമയിലൂടെ അദ്ദേഹം രംഗത്ത് വരികയും സഹനടനായി വരികയും അതോടൊപ്പം തന്നെ അദ്ദേഹം പരസ്യകല ചെയ്യുകയും ചെയ്തു. വർണ്ണശാല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ വലിയ വർണ്ണം പോലെ ഇതേ പോലെ ആകാശത്ത് മഴ പെയ്യുന്നത് പോലെയുള്ള ഒരു അനുഭൂതിയാണ് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയത്. പണ്ടുകാലത്തെ സിനിമകളിൽ കുര്യൻ വർണ്ണശാല എന്ന് എഴുതിയിരുന്നതായി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ആദ്യ ചിത്രത്തിന് ശേഷം അനുഭവം, അയൽക്കാരി എന്നീ സിനിമകളിലും അദ്ദേഹം പരസ്യകലയും സഹസംവിധാനവും ചെയ്യുകയുണ്ടായി. പ്രേംനസീറിന്റെ ചിത്രത്തിലൂടെയും ശ്രീ ബാലകൃഷ്ണൻ നിർമ്മിച്ച ചിത്രത്തിലൂടെയും വന്ന് അദ്ദേഹം കുര്യൻ വർണ്ണശാല എന്നുള്ള പേര് വളരെയധികം പ്രശസ്തി നേടുകയും അതോടൊപ്പം അദ്ദേഹം പ്രശസ്തനായി തീരുകയും ചെയ്തു. ഇതായവരെ രതിനിർവേദം തുടങ്ങിയ സിനിമകൾ ശ്രീ കുര്യൻ തയ്യാറാക്കിയ പോസ്റ്ററുകൾ വലിയ തോതിൽ ജനശ്രദ്ധ പിടിച്ചു. നിരവധി സിനിമകൾക്ക് കുര്യൻ വർണ്ണശാല ഡിസൈനും പോസ്റ്ററും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലെ പരസ്യകലയെ അടക്കി ഭരിച്ച പരസ്യകലയുടെ മുഖമായ ശ്രീ കുര്യൻ വർണ്ണശാലയ്ക്ക് 1973 മുതൽ സിനിമാ ലോകത്തുള്ളതുകൊണ്ട് ശങ്കരാചാര്യനെ കുറിച്ച് ധാരാളം പറയാനുണ്ടാവും എനിക്കറിയാം. അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ മകൻ കണ്ണനാണ്. ശങ്കരാചാര്യയെ കുറിച്ച് പഴയ കാര്യങ്ങൾ പറയുവാൻ പറ്റുന്ന ഒരാൾ ആരാണുള്ളതെന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിരുന്നപ്പോൾ എൻ്റെ മകനോട് പറഞ്ഞ അമ്മ കുര്യൻ വർണ്ണശാല അങ്കിളുണ്ട്, അദ്ദേഹത്തെ വിളിക്കൂ. ഐ.വി. ശശിയുടെ ഒപ്പം വർക്ക് ചെയ്ത ആളാണ്. കൃത്യമായിട്ട് ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ശങ്കരാചാര്യയെ കുറിച്ച് എനിക്ക് ധാരാളം പറയാനുണ്ട്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശ്രീ A.K. സാജൻ മലയാള സിനിമാ രംഗത്തെ പ്രശസ്തനായ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ശ്രീ A.K. സാജൻ. മാത്രമല്ല അദ്ദേഹത്തിന് വ്യക്തിപരമായി പുസ്തകോത്സവവുമായി നല്ല ബന്ധമുണ്ട്, ഞാനുമായി ബന്ധമുണ്ട്. ഇവിടുത്തെ സ്ഥിരം സാന്നിധ്യമാണ് ശ്രീ A.K. സാജൻ. കഴിഞ്ഞ വർഷത്തെ പുസ്തകോത്സവത്തിൽ സംവിധായകൻ ലോകം എന്ന പരിപാടി അദ്ദേഹം ഇവിടെ വരികയും ഇതേ വേദിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയുണ്ടായി. 1989 മുതൽ സിനിമയിൽ സജീവമായ ശ്രീ A.K. സാജൻ 20-ൽ പരം ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് വയലൻസ് എന്ന ചിത്രത്തിലൂടെ 2002 അദ്ദേഹം സംവിധായകനായി അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും തന്നെ പ്രശസ്തമാണ്. ധ്രുവം, കാശ്മീരം, ബട്ടർഫ്ലൈസ് തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ എല്ലാത്തിനെ കുറിച്ചും ഞാൻ പറയുന്നില്ല. കാശ്മീരം ഇപ്പോഴും ടിവിയിൽ വന്നാല് മുഴുവനും അവിടെ ഇരുന്ന് നമ്മൾ കാണും. അതുപോലെ മികലത്തിൽ കാലഘട്ടം എന്ന തമാശ സിനിമ അദ്ദേഹം ചെയ്തു. ഇത്ര സീരിയസ് പടങ്ങളിൽ നിന്ന് അദ്ദേഹം തമാശ പടം ചെയ്യുമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹമാണ് വലിയ തിരക്കഥയിൽ എഴുതിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ സ്റ്റോപ്പ് വയലൻസ്, ലഹങ്ക, പമ്പ, അസുരവിത്ത്. തമിഴ്, മലയാളം ദ്വിഭാഷാ ചിത്രമായ വന്ദേ മാതരം സിനിമയുടെ തിരക്കഥാകൃത്ത് അദ്ദേഹമാണ്. സമൂഹത്തിൽ കണ്ടുവരുന്ന അനീതിക്കെതിരെ തന്റെ വാക്കുകൾ കൊണ്ടും സിനിമകൾ കൊണ്ടും പോരാടുന്ന അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഒരുപാട് ആരാധകരുള്ളതാണ്. ഒപ്പം തന്നെ കമേഴ്ഷ്യൽ ചിത്രങ്ങളും ചെയ്തിട്ടുണ്ട്. ഏറെ സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത ശ്രീ ജോസ് തോമസ് ആണ്. മലയാള സിനിമയിലെ അറിയപ്പെടുന്ന സംവിധായകനാണ് ശ്രീ ജോസ് തോമസ്. ഞങ്ങൾ തമ്മിൽ ആദ്യമായി കാണുകയാണ്. സാജൻ സാറാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്.
അദ്ദേഹം ഈ സംവിധായകൻ മാത്രമല്ല, അഭിനയം, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, നിർമ്മാണം തുടങ്ങി എല്ലാ മേഖലകളിലും കൈവച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ജോസ് തോമസ്. 1984 തത്തമയെ കുറിച്ച എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടക്കം. അക്കാലത്ത് നമുക്ക് ഏറെ പ്രിയപ്പെട്ട പല സിനിമകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. ഷാജി കൈലാസ്, സിബി മലയിൽ എല്ലാവർക്കൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ചെയ്ത ചിത്രങ്ങൾ മായ, മയൂരം, കമലദളം, സതയം, വളയം, ധനം, ഭരതം തുടങ്ങിയ നമുക്കൊക്കെ എല്ലാ കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1993 എന്റെ ശ്രീകുട്ടിക്ക് എന്ന ചിത്രം ചെയ്തുകൊണ്ട് സ്വതന്ത്ര സംവിധായകനായി അദ്ദേഹം 15ലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അഭിനയിച്ച സിനിമ ഉദയപുരം സുൽത്താൻ, നിർമ്മാണം കഥകളിയിൽ തുറമുഖം. ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണെന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി നായകനായ സാധനം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് തീർച്ചയായും ശങ്കരാടിയെ കുറിച്ച് ധാരാളം ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാവും. അദ്ദേഹത്തെയും ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.